ബംഗാളിൽ സുവേന്ദു അധികാരി തിലക്കമാർന്ന വിജയമാണ് നേടിയിരിക്കുന്നത്. അതുമാത്രമല്ല, വിജയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡിന് നേരെ വധശ്രമം ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് നേരെ തന്നെ ഉണ്ടായിട്ടുള്ള വധശ്രമമായിരുന്നു അല്ലെ? അപ്പോൾ ഇതിന് പിന്നിലെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ഗുണ്ട ഗ്യാങ് തന്നെയാണ് അല്ലെ? അല്ല, വധശ്രമമല്ല ഉണ്ടായത്. അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. അദ്ദേഹം മരിച്ചു. അപ്പോ സുവേന്ദു അധികാരി വിജയിച്ചതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ വെടിവെച്ചു കൊന്ന തൃണമൂലിനെ നമുക്കിന്നും അവിടെ കാണാം. പക്ഷേ പ്രകോപനമൊന്നും ഉണ്ടാക്കരുത് എന്ന അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയെ മാനിച്ച് തുടർന്ന് അക്രമങ്ങളൊന്നും തന്നെ പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല. എങ്കിലും ബംഗാളിന്റെ കമ്മ്യൂണിസ്റ്റുകാരും തൃണമൂൽ കോൺഗ്രസും വളർത്തിക്കൊണ്ടുവന്ന അക്രമ സ്വഭാവം അവസാനിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് വളരെയേറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇതിനു മുൻപ് എല്ലാ തിരഞ്ഞെടുപ്പുകളോടും അനുബന്ധിച്ച് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ 50നും 100നും ഇടയ്ക്ക് ആൾക്കാർ കൊല്ലപ്പെടുക എന്നുള്ളത് പശ്ചിമ ബംഗാളിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവമായിരുന്നു. പക്ഷെ ഇത്തവണ വളരെ ഗൗരവത്തോടു കൂടി അമിത്ഷാ ഈ കാര്യത്തിന് മുന്നറിയിപ്പ് കൊടുക്കുകയും കേന്ദ്രസേനയെ സമഗ്രമായി വിന്യസിക്കുകയും ചെയ്തതോടുകൂടി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരാൾ പോലും കൊല്ലപ്പെടാതെ നടന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. പശ്ചിമ ബംഗാളിന്റെ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരും കൊല്ലപ്പെടാതെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളതും റെക്കോർഡാണ്. പക്ഷെ അതിന് പ്രതികാരം എന്നുള്ള നിലയിലായിരിക്കാം തെരഞ്ഞെടുപ്പിന് ശേഷം സുവേന്ദു അധികാരിയുടെ സെക്രട്ടറിയെ വെടിവെച്ചു വന്നത്. ഏതായാലും പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയ ചിത്രം മാറുകയാണ്. ഇത് ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയത്തെ കൂടി ബാധിക്കുന്നതുമാണ്. കാരണം പശ്ചിമ ബംഗാളിൽ നിന്ന് 1 കോടിയോളം ആൾക്കാരാണ് ബംഗ്ലാദേശിലേക്ക് തിരികെ ഇപ്പോൾ മടങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മലയാള മാധ്യമങ്ങളൊന്നും അത് കാണിക്കുന്നില്ല എങ്കിൽ പോലും വലിയ ഒരു അഭയാർത്ഥി പ്രവാഹം പോലെ 1 കോടിയോളം പേരാണ് പശ്ചിമ ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് ഇപ്പോൾ പലായനം ചെയ്യുന്നത്. ബംഗ്ലാദേശിന്റെ പാർലമെന്റിൽ ഒരു MP ഈ കാര്യം പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു, ബംഗ്ലാദേശിലേക്ക് വരുന്ന 1 കോടിയോളം പേരെ പുനരധിവസിപ്പിക്കാൻ നമുക്ക് വലിയ ചെലവ് വരും. അത് സാമ്പത്തിക പ്രശ്നമാണ്, ക്രമസമാധാന പ്രശ്നമാണ്. അതിന് സർക്കാർ ഒരുങ്ങിയിരിക്കണം എന്നൊരു മുന്നറിയിപ്പ് ഒരു MP കൊടുക്കുന്നതായിട്ടുള്ള വീഡിയോ ഇപ്പോൾ നമുക്കൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ബംഗ്ലാദേശികളായ 1 കോടിയോളം ആൾക്കാർക്ക് റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും ആധാർ കാർഡും ഒക്കെ കൃത്രിമമായി ഉണ്ടാക്കി കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും അവരെ വോട്ട് ബാങ്കായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്നു എന്നുള്ള ആരോപണം ശരിയായിരുന്നു. അവരെല്ലാം മടങ്ങിപ്പോയതിനു ശേഷം തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസുകൾ പരിശോധിച്ചപ്പോൾ പോലീസിന് കിട്ടിയത് 1000കണക്കിന് തിരിച്ചറിയൽ കാർഡുകളും റേഷൻ കാർഡുകളും അതുപോലെ തന്നെ മറ്റ് രേഖകളുമൊക്കെ ആയിരുന്നു. ഇതൊക്കെ ഇന്ന് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ കാലത്ത് ആരംഭിച്ച ഈ പതിവ് തൃണമൂൽ അതേപടി തുടർന്നു. അതിന്റെ ഫലമായി ഏതാണ്ട് 1 കോടിയോളം ആൾക്കാർ അനധികൃതമായി ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമ ബംഗാളിൽ വന്ന് താമസിച്ചിരുന്നു. പശ്ചിമ ബംഗാളിലെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് ഇന്ത്യ മുഴുവനും കേരളം ഉൾപ്പെടെ അവർ യാത്ര ചെയ്ത് ജോലി ചെയ്ത് പല കാര്യങ്ങൾക്കും അത് ഉപയോഗപ്പെടുത്തി. ഏതായാലും അതൊക്കെ തന്നെ അവസാനിക്കാൻ പോവുകയാണ്. കൂടാതെ പശ്ചിമ ബംഗാളിന്റെയും ബംഗ്ലാദേശിന്റെയും അതിർത്തി വേലി കെട്ടി അടയ്ക്കും എന്നുകൂടി ഇപ്പോൾ നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് പശ്ചിമ ബംഗാളിലെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ഇന്ത്യയുടെ അതിർത്തി രക്ഷ സുഭദ്രമാവുകയാണ്. അതുപോലെ വ്യാജ ID കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് പശ്ചിമ ബംഗാളിൽ താമസിച്ചിരുന്ന 1 കോടിയോളം ബംഗ്ലാദേശികൾ തിരിച്ചു പോവുകയാണ്. ഇതേ സമയം നമ്മൾ ഇത് കേരളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിൽ ഇപ്പോഴും 40 ലക്ഷം പേര് താമസിക്കുന്നുണ്ട്. അവരെ നമ്മൾ അതിഥി തൊഴിലാളികളെന്നും ബംഗാളികളെന്നും ഒക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്ന് അതിഥി തൊഴിലാളികളായി കേരളത്തിൽ വരെ എത്തിയവര് വോട്ട് ചെയ്യാൻ വേണ്ടി പോയി മടങ്ങിയെത്തുന്നില്ല എന്നൊരു വാർത്ത കൂടി ഇതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ പശ്ചിമ ബംഗാളുകാരാണെങ്കിൽ അവർക്ക് മടങ്ങി വരാമായിരുന്നു. ബംഗ്ലാദേശുകാരായതുകൊണ്ടാണ് അവർ മടങ്ങി വരാത്തത്. അപ്പോൾ ഇന്നലെ വരെ ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ വളരെ സുഗമമായി ചെയ്തു കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ഭരണം പശ്ചിമ ബംഗാളിൽ അവസാനിക്കുമ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു ശുദ്ധീകരണമായി മാറും. ഇതോടൊപ്പം നമ്മൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി
എന്നുള്ള ആ ഒരു അവസ്ഥ കൂടി ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. അതായത് പശ്ചിമ ബംഗാളിൽ വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയ പാർട്ടി സർക്കാർ രൂപീകരിച്ചു. ഇവിടെ കേരളത്തിൽ 102 സീറ്റുകൾ കിട്ടി. UDFന് ഭരണം ഉറപ്പായി എങ്കിലും മുഖ്യമന്ത്രിയെ ചൊല്ലി തർക്കം തുടരുകയാണ്. തെരുവിൽ അടിച്ചു കീറുകയാണ്. പരസ്പരം പോസ്റ്ററുകളും ബാനറുകളും വലിച്ചു കീറുകയാണ്. പോർവിളി വളരെ അപഹാസ്യമായ രീതിയിൽ തുടരുമ്പോൾ ഇതിൻ്റെയൊക്കെ നേട്ടം ലഭിക്കാൻ പോകുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് പോലെയുള്ള ഘടകകക്ഷികൾക്കാണ്. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് നേതൃത്വം കൊടുക്കേണ്ട പാർട്ടി ഘടകകക്ഷികളുടെ കൂടി പിന്തുണയ്ക്ക് വേണ്ടി യാചിച്ച് പുറകെ നടക്കുന്ന സമയത്ത് ഓരോ മുഖ്യമന്ത്രിയും ഘടകകക്ഷികളോട് അതിരുകവിഞ്ഞ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അത് മുതലാക്കാൻ അവസരം പാർത്തിരിക്കുന്ന മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് അധികാരം കവർന്നെടുക്കുകയും മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കോൺഗ്രസ്സിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ചാണ്. 3 പേര് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി പിടിമുറുക്കിയിരിക്കുകയാണ്. അവർക്ക് വേണ്ടി MLA-മാർ വോട്ട് രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിൽ ഇന്ന ആൾക്കാരും ഭൂരിപക്ഷം, ഇന്നയാളുടെ കൂടെ ആളുകുറവാണ് എന്നൊക്കെയുള്ള തർക്കങ്ങൾ നടക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ കാണുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മുകളിൽ ഒരു ഹൈപ്പർ കമാൻഡ് ഉണ്ട്. അത് കേരളത്തിലെ മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് തീരുമാനം ഡൽഹിയിലല്ല ഉണ്ടാകാൻ പോകുന്നത്, അത് മലപ്പുറത്താണ് ഉണ്ടാകാൻ പോകുന്നത്. ഏതായാലും ഘടകകക്ഷികൾക്ക് മുമ്പിൽ മുട്ടുകുത്തി കീഴടങ്ങുന്ന കോൺഗ്രസിനെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാം. വൻ ഭൂരിപക്ഷത്തോടെ അധികാരം ഏൽപ്പിച്ചു കൊടുത്തിട്ടും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള കടിപിടി കോൺഗ്രസിനെയും അതിന്റെ മുന്നണിയെയും എത്രമാത്രം ദുർബലപ്പെടുത്തുമെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അധികാര കസേര ഉറപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നതെന്നുമുള്ള കാര്യങ്ങൾ കേരള രാഷ്ട്രീയം ഇരുത്തി ചിന്തിക്കേണ്ടതാണ്. ഇടതുപക്ഷത്തെ മടുത്തിട്ട് ഇടതുപക്ഷത്തെ ഉപേക്ഷിച്ചു, ഇപ്പോൾ വലതുപക്ഷത്തെയും ഉപേക്ഷിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു മലയാളിക്ക്. തീർച്ചയായിട്ടും പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിൽ വന്നതുപോലെ അനധിവിദൂര ഭാവിയിൽ കേരളത്തിൽ BJP അധികാരത്തിൽ വരാനുള്ള വഴിയൊരുക്കുന്നതാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം. ബംഗാളിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ് അല്ലെ കേരളത്തിലും. ബംഗാളിലെ തുടക്കം BJPക്ക് 3 സീറ്റോട് കൂടിയായിരുന്നു. ഇപ്പോ കേരളത്തിലും 3 സീറ്റ് തന്നെയാണ്. അപ്പോ ഒരു 10 വർഷം കൊണ്ട് കേരളത്തിനെയും അധികാരം പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് BJPയുടെ വിശ്വാസം അല്ലെ, ബംഗാളിലെ സമാനമായ രീതിയിൽ. ബംഗാളില് ആദ്യം 3 സീറ്റും 5 വർഷം കഴിഞ്ഞപ്പോൾ 77 സീറ്റും 10 വർഷം കഴിഞ്ഞപ്പോൾ 207 സീറ്റും എന്ന നിലയിലേക്ക് വന്നു. പക്ഷെ കേരളത്തിൽ അത്രയും വേണ്ടി വരില്ല. കാരണം കേരളത്തിൽ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJPയെ അതിവേഗം ഭരണത്തിലെത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണെന്ന് തോന്നുന്നു. കാരണം അത്രമാത്രം ജനങ്ങളെ വെറുപ്പിക്കുന്നുണ്ട്. അധികാരത്തിലിരുന്നു കൊണ്ട് 10 കൊല്ലം കൊണ്ട് CPM എന്ന പാർട്ടി, അതിന്റെ മുഖ്യമന്ത്രി എത്രമാത്രം ജനങ്ങളിൽ നിന്ന് അകന്നുപോയോ അതിനേക്കാൾ വേഗത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാവുന്നതും ജനാധിപത്യത്തെ തെരുവിലിട്ട് വലിച്ചു കയറുന്നതും. അതുകൊണ്ട് ഈ 3-ൽ നിന്ന് അധികാരത്തിലേക്ക് വരാൻ 5 വർഷം മതിയാകും, ചിലപ്പോൾ അതിനു മുമ്പും സാധിക്കും. കാരണം കോൺഗ്രസിന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. ഒരു കാലത്ത് 111 സീറ്റോടുകൂടി കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വന്നു. പക്ഷെ 3 വർഷം തികയുന്നതിന് മുമ്പ് അടിച്ചു പിരിഞ്ഞ് മന്ത്രിസഭ രാജിവെച്ചു. ഇത്തവണ ആര് തന്നെ മുഖ്യമന്ത്രി ആയാലും കാലാവധി തികയ്ക്കുകയില്ല എന്നുള്ള ലക്ഷണം ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നടക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ തന്നെ BJP കേരളത്തിൽ അധികാരത്തിൽ വരും എന്നാണ് തോന്നുന്നത്.